എടി മേരി നീ എവിടെ പോയി എനിക്ക് പണിയില്ല അടുക്കളയില്. ഇതെന്ത് പാടാണ്? എടി പോണൊക്കെ അല്ലേ? അതിന് അപ്പൊ നമ്മള് എന്താ പറയുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്താണ് ജോൺ ഉദ്ദേശിക്കണ? പായസമാണോ? ഈ പായസമൊക്കെ എങ്ങനെ കൊടുക്കണം? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ 3-5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ചെറിയൊരു പാട്ട് ചെയ്യാം. എനിക്ക് റൊമാൻസ് ഒക്കെ പറ്റുമോ? അല്ല, കളിക്കുമ്പോ നമ്മൾ ഓണമൊക്കെ ആയി കഴിയുമ്പോൾ ഇച്ചിരി റൊമാൻറ്റിക് ആളാണ് ഏറ്റവും നല്ലത്. ഞാനൊന്ന് ശ്രമിക്കാം. ഇത് നിനക്ക് പറ്റും, എനിക്കറിയാം നിനക്ക് പറ്റുമെന്നുള്ളത്. എന്താ ഒരു സൗന്ദര്യം. അങ്ങനെ രണ്ടുപേരും കൂടി ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും നോക്കാൻ നിൽക്കുന്നില്ല. ഇത് തുമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓണമല്ലേ, അത് കാരണം കൊണ്ട് കുതിരനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയൻ വന്നിരിക്കുന്നു. ജയൻ അങ്ങനെ വന്നിരിക്കുന്നു. രണ്ടുപേരും ജയൻ്റെ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഓടക്കുഴലും വായിച്ച് ചെളിയും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും നോക്കേണ്ടതൊന്നും പറയണത് കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര സ്റ്റൈലിൽ ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്നും നോക്കാൻ നിൽക്കുന്നില്ല. അടുത്ത് കൈകൊട്ടി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ മേലിലേക്ക് വെക്കുന്നു. നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രം എണ്ണി കഴിഞ്ഞതിന് ശേഷം ചൊട്ട ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ചൊട്ട ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന അറിയാമുള്ള രണ്ടുപേരും കൂടി എന്തോ നേരക്ക് പറയുന്നുണ്ട്. ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. അതിനുശേഷം ജോൺ കൊമ്പൊക്കെ എടുത്ത് കൊതുക് കുത്തുന്ന കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊതുക് കഴിഞ്ഞ നില ആകാശത്ത് നോക്കി കുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം തപ്പെടുത്ത് തകില് കൊട്ടണ പോലെ തപ്പെടുത്ത് തകില് കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്നും നോക്കാൻ നിൽക്കുന്നില്ല. എല്ലാവരെയും വിളിച്ച് ആകാശത്തുള്ള നക്ഷത്രം വിളിച്ച് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണം. വട്ടം കറങ്ങി കഴിഞ്ഞിരിക്കുന്ന ജോണിനോട് ഒന്നും പറയാൻ രണ്ടുപേരും കൂടി നേരൊക്കെ നോക്കിയിട്ട് പിന്നെയും എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് സൂപ്പർ സ്റ്റാറൊക്കെ എടുത്ത സ്റ്റെപ്സുകളെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. നമുക്ക് നേരിൽ കാണാൻ. ജോൺ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയില്ല. അപ്പൊ ഹാപ്പി ഓണം പറഞ്ഞേക്കാട്. ഞാൻ പറയണ്ടേ? നീ മാത്രം പറഞ്ഞാൽ മതിയാ? പറ. അപ്പൊ ഹാപ്പി ഓണം.